വിളവുമുണ്ട്. നല്ല വെള്ളം സുലഭം. ആകെ കൂടി ജീവിതം പരമസുഖമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഹായ് എട്ടുകാലി. മഹാസാഹിത്യകാരൻ, ബേപ്പൂരിലെ സുൽത്താൻ, സാഹിത്യത്തിലെ സിംഗമായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൂടാരത്തിൽ നുഴഞ്ഞു കയറിയ ഭീകരനിൽ ഭീകരനായ മൂഷിക ശിരോമണി. നീ എന്താണ് ചെയ്തത്? സർവചരാചരങ്ങളുടെ സ്രഷ്ടാവ്, ഈശ്വരൻ, കർത്താവ്, അല്ലാഹ് സൃഷ്ടിച്ച ജീവികളെ കൊന്നിടുകയാണോ? നല്ല പുതുമ. ഇത് കയ്യിലിരിക്കട്ടെ. ഇന്ന് നോക്കിക്കോ, ഇന്ന് തന്നെ എലിവിഷം വാങ്ങിച്ചു വെച്ച് എല്ലാം ഇതിനെ ശരിയാക്കും. ഇന്നു മുതൽ വീട്ടിൽ കയറി വരുന്ന ഓന്ത്, അരണ, തേട് എല്ലാത്തിനെയും കൊല്ലും. ചിതല് കൊണ്ട് ഇരിക്കാൻ വയ്യ. ഉറുമ്പ്, പാറ്റ, വണ്ട്, സഹിക്കാൻ വയ്യ. ഇക്കണ്ട ജീവികൾക്കൊക്കെ നീ കഞ്ഞിയും കറിയും വെച്ച് കൊടുക്കുവോ? അല്ലെങ്കിൽ അവരെന്ത് ഭക്ഷിക്കും? അവരാണ് യഥാർത്ഥത്തിൽ ഭൂമിയുടെ അവകാശികൾ. ഭവാനെ പോലുള്ളവർ കല്യാണം ഒന്നും കഴിക്കാതെ വല്ല ഗുഹയിലും തുണിയൊന്നും ഇല്ലാതെ തപസ് ചെയ്യുകയായിരുന്നു നല്ലത്. തിന്നാനും കുടിക്കാനും പുറംപാന്തി തരാനും നീ ഉണ്ടെങ്കിൽ ഏത് ഗുഹയിലും ഘോരഘോരമായി ഞാൻ തപസ് ചെയ്യാം. ഒരു കാര്യം പറഞ്ഞോളൂ, എലിവിഷം വാങ്ങാൻ ആളെ വിട്ടിട്ടുണ്ട്. നാളെ എലികളുടെ സർവനാശം. എലികളായ എലികളെ, മാപ്പാനും എലികളെ സൃഷ്ടിച്ച ദൈവങ്ങളെ നിങ്ങൾ പോറ്റു തരൂ. എടി, നിന്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവർ 200 കൊല്ലത്തിനകം ഈ ഭൂമിയിലെ സർവ്വജന്തുക്കളെയും കൊന്നിടും. മനുഷ്യർ മാത്രം ഭൂമിയിൽ അവശേഷിക്കും. എന്നിട്ട് ഒന്നടങ്കം ചാകും. ഓ, അത് സാരമില്ല. ഹിംസയല്ല, ഹംസ. കൊലയല്ല, തോക്ക്. ഇവിടെ എന്തോ പണിയുണ്ടെന്ന് പറഞ്ഞത്? കശ്മലേ, നീ ഇതിനിടയ്ക്ക് എന്നെ കൊല്ലാൻ ആളെ വരുത്തിയോ? എന്നെ വിളിച്ചായിരുന്നോ? ഓ, നിങ്ങളോ? ഇവര് നിങ്ങളെ കൊല്ലാൻ വന്നതല്ല, വേറെ ചിലരെ കൊല്ലാൻ വന്നതാ. അതാരാ? ഒന്ന് നിൽക്കണേ. ആഹാ കരുക്കുകൾ. ഇത് ഈ പരുവത്തിലായത് എങ്ങനെയെന്നറിയാമോ? നിങ്ങളെ പോലെ തലകുത്തി താഴേക്ക് മാത്രം ജീവിക്കുന്ന വാവലുകൾ തിന്നു തീർത്തതാണ്. അത്രേ ഉള്ളൂ. അതിനെന്തെങ്കിലും തിന്നണ്ടേ? ദിവസത്തിൽ 30 കരിക്ക് വെച്ച് മാസത്തിൽ എത്ര കരിക്ക്? 10,900 വരും. അത്രയും തേങ്ങയാണ് നശിക്കുന്നത്. നമുക്ക് ആഹാരം കഴിക്കാനുള്ള കാശ്. ഈ പോക്കിന് വിൽക്കാൻ തേങ്ങ ഉണ്ടാവില്ല. പട്ടിണി കിടന്ന് ചാവും. ഒന്നുകിൽ വാവലുകൾ നശിക്കണം, അല്ലെങ്കിൽ നമ്മൾ. ഏതായാലും നിങ്ങൾ പോയി പണി നോക്കിക്കോളൂ. മനുഷ്യൻ തോക്ക് കണ്ടുപിടിച്ചത് വലിയ തെറ്റായിപ്പോയി. പാപത്തിന്റെ സന്താനമാകുന്നു തോക്ക്. വാവലുകളെ മാപ്പ്. നിങ്ങളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഞാൻ നിരപരാധിയാണ്. വാവലുകളെ രക്ഷപ്പെട്ടുകൊള്ളുക. 12 കോഴികൾ, 5 അണ്ണാൻ, 4 പൂച്ച, 3 കാക്ക. ടെലിവിഷൻ നിന്ന് ചത്തവർ ഇനിയും ഉണ്ട്. അയ്യോ, എന്റെ കോഴികളെല്ലാം ചത്തേ. എന്റെ മക്കളെ. ഞങ്ങളുടെ പൂർവികരുടെ ആത്മാക്കളാ പാവം വാവലികളിലുള്ളത്. അവയെ
കൊല്ലാൻ വന്നാൽ ഇതാ ഗതി. ഇനി വിഷം തിന്നാൽ കോഴി ചാവുന്നതെങ്ങനെ?